ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാവയ്ക്ക കൊണ്ടൊരു റെസിപ്പിയാണ് കേട്ടോ. ആദ്യമേ തന്നെ നമ്മൾ പാവയ്ക്ക അത് വട്ടത്തിൽ അതിൻ്റെ നടുക്കത്തെ സാധനം എല്ലാം കളഞ്ഞ് ഒന്ന് അരിഞ്ഞ് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് കത്തിച്ചു, ഒരു പാൻ വെച്ചു. ഇനി പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. പാൻ ചൂടാകുമ്പോഴത്തേന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞങ്ങളുടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേന് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക അതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഒരു ബ്രൗണിഷ് ഒരു കളറാകുമ്പോഴത്തേന് നമുക്ക് കോരി അത് എടുക്കാവുന്നതാണ്. നമ്മുടെ പാവയ്ക്ക് അത് ഏകദേശം അല്ല, ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി ഒന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു ബ്രൗൺ കളറാവണം, നന്നായിട്ട് മുരിഞ്ഞ് വരണം. അപ്പോഴത്തേനും നമുക്കിത് എണ്ണയിൽ നിന്ന് പോരാവുന്നതാണ്. നമ്മുടെ പാവയ്ക്ക അതേ കളറൊക്കെ മാറി നന്നായിട്ട് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അത് എണ്ണയിൽ നിന്ന് നമുക്കത് കോരി വേറൊരു പാത്രത്തിലോട്ട് നമുക്കത് മാറ്റാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് സവാള വേണം. സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സെർവിങ് പരിപാടിയാണ്. ആദ്യമായിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക ഒരു പാത്രത്തിനകത്തോട്ട് നമുക്കത് ഒന്ന് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒനിയൻ, നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഒനിയൻ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കും. ഇനിയും നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്ത് അതും കൂടെ ഒരു എരിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തു. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒക്കെ കൊടുക്കുക. ഇനി അതിനകത്തോട്ട് നമ്മൾ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് ലാസ്റ്റായിട്ട് വേണ്ടത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒരു ഹാഫ് ചെറുനാരങ്ങ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സലാഡ് പോലൊരു സംഭവമാണ്. അത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.